എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ ദോഹയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൂഖ് വാക്കിഫ് എന്ന് പറയുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ദോഹയിലെ മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമുക്ക് മെട്രോയിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സൂഖ് വാക്കിഫ് എന്ന പേരിൽ തന്നെ നമുക്കൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോർഡും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് സൂഖ് വാക്കിഫിലേക്കുള്ള എക്സിറ്റ് വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് സൂഖ് വാക്കിഫിലേക്കാണ്. അപ്പോൾ ശരിക്കും ഈ സൂഖ് വാക്കിഫ് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെ പണികഴിപ്പിച്ചിട്ട ഒരു വളരെ പ്രശസ്തമായതും അതിമനോഹരമായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഗാർമെന്റ്സും, പ്രത്യേകിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഗാർമെന്റ്സ്, സ്പൈസസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, പിന്നെ ഒരുപാട് സുവനീഴ്സ്, ഇതെല്ലാം നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം 2003 സമയമായപ്പോഴത്തേക്കും ഇവിടെ വലിയൊരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് റീഫർബിഷ് ചെയ്തിട്ട് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് സൂഖ് വാക്കിഫിനെ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും അവർ അതിൻ്റെ തനതായിട്ടുള്ള പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സൂഖ് വാക്കിഫ് വളരെ പുരാതനമായിട്ടുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവനായിട്ടും സുഗന്ധവ്യഞ്ജന വസ്തുക്കളുടെ ശേഖരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പല തരത്തിലുള്ള പല നാടുകളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാം ഒറിജിനൽ ക്വാളിറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് വളരെ വിലക്കുറവിൽ വാങ്ങുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വളർത്തു പക്ഷികളെയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെയും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ചിലതിനെയൊക്കെ കൂട്ടിനകത്തിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റു ചില പക്ഷികളെ എല്ലാം പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് പറന്നു പോകാതെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. ഈ കൂട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്ന തത്തകൾ വരെ ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ജീവികളെയും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ വിൽക്കാൻ പാടില്ലാത്ത പല വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുന്നതിന് തടസ്സമില്ല. പഴയൊരു കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ഇടവഴികൾ നമുക്കിവിടെ കാണാം. ശരിക്കും അതിൻ്റെ തനതായ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഈ ഒരു സൂഖ് വാക്കിഫിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ പല ഏരിയകളും ഇതുപോലെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവയെല്ലാം പുനരുദ്ധാരണം നടത്തുന്ന സമയത്ത് അതിൻ്റെ പഴമ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ നശിച്ച് വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പലതരത്തിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വിദേശ രാജ്യങ്ങളിൽ ടൂർ പോയി തിരികെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ നാട്ടിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം കേരളം വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം കൊണ്ടും പലതരത്തിലുള്ള ഭൂപ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ വെറും ലോട്ടറി വിൽപ്പനയിലൂടെയും അല്ലെങ്കിൽ മദ്യത്തിലൂടെയും വരുമാനം കണ്ടെത്തുന്ന ഒരു മാർഗമാണ് നമ്മുടെ ഗവൺമെൻറ് കാലാകാലങ്ങളിലായിട്ട് സ്വീകരിച്ചു പോയിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ടുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ അത് അവർ കാഴ്ചയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി നടന്നു പോകുമ്പോൾ അറിയാതെയെങ്കിലും നമുക്കത് വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വഴികളിലൂടെ നടന്നു പോകുമ്പോൾ. വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒരു സ്ട്രീറ്റ് കാണുവാനായിട്ട് സാധിക്കുമോ?
പിന്നെ നമ്മുടെ ആളുകളുടെ ഒരു രീതിയും അങ്ങനെയാണല്ലോ, വൃത്തിയായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ വൃത്തിയാടാക്കാം എന്നുള്ളതാണ് ആദ്യം അവർ ചിന്തിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്റും കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ്. ശരിക്കും നമ്മൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മര്യാദകൾ നമ്മൾ ശരിക്കും നഴ്സറി കാലഘട്ടം മുതലേ പഠിപ്പിച്ച് തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വരും തലമുറയെങ്കിലും അത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഈ കാണുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റും വൃത്തിയും ഒക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാവുകയുള്ളൂ. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഓരോ വസ്ത്രങ്ങളും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. നമുക്കിത് വെറുതെ കണ്ട് നടക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണ് ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത്രയും മനോഹരമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിയമങ്ങളൊന്നും പാലിക്കാതെ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകൾ ഇത്തരം ഗൾഫ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും വളരെ കർശനമായിട്ട് പാലിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയും നിയമങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അത് പാലിക്കാനുള്ളതാണ്. ഇൻ കേസ് അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കടുത്ത ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിനുള്ള നിയമ നടപടികൾ ഉടനടി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ, എല്ലാ നിയമങ്ങളും ഈ പറയുന്ന പോലെ ലംഘിക്കാനുള്ളതാണ് എന്ന മട്ടിനാണ് കാര്യങ്ങളുടെ പോക്ക്. അതിന് ഏറ്റവും വലിയ മാതൃകയാകുന്നത് നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. പരമ്പരാഗതമായിട്ടുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒറിജിനൽ ലെതർ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ നമുക്ക് ഇവിടെ ലഭിക്കും. നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുതൽ ആഡംബര വസ്തുക്കൾ വരെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ ശരിക്കും ഞാൻ വന്ന സമയത്ത് ലൈവായിട്ട് തുകൽ കൊണ്ട് പലതരത്തിലുള്ള വസ്തുക്കൾ ചെയ്തെടുക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. എനിക്കത് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം ഒറിജിനൽ ലെതറാണ്. പുലിയുടെയും കടുവയുടെയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെയും തോല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇതിനെല്ലാത്തിനും. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് ഇവിടെ നിന്നും ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. കുറേ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് അധികം തിരക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. പല ടേബിളുകളും ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ മിക്കവാറും റെസ്റ്റോറൻറ്റുകൾക്ക് അകത്താണ്, AC റൂമിനകത്താണ് ആളുകൾ ഫുഡ് കഴിക്കുന്നതിനും കോഫി കുടിക്കുന്നതിനും ഒക്കെ കയറുന്നത്. ഈ കാണുന്ന ഈ ഒരു സ്ക്വയറിലാണ് ശരിക്കും നമ്മുടെ സൂക്ക് വാക്കിഫിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാനായിട്ടുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. പല രാജ്യത്തിൽ നിന്നുള്ള പലതരം വൈവിധ്യമാർന്ന ഒരുപാട് കുസീൻ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ലൈവായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു ആർട്ട് ഗാലറിയാണ് ഈ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നത്. സോ ഇതിനകത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ചിത്രകാരന്മാർ വരച്ചെടുത്ത ആർട്ടുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം ഫ്രീ ആണ് കേട്ടോ എൻട്രൻസ്. നമുക്ക് ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കാശ് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകം മുഴുവനായിട്ടും എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള ചൂടിൽ നിന്നും ഒരു ആശ്വാസമായിട്ട് കുറച്ച് നേരം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആർട്ട് ഗാലറിയുടെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഗോൾഡ് സൂക്കിലേക്കുള്ള എൻട്രൻസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ഗോൾഡ് സൂക്ക് ബിൽഡിങ്ങിനകത്തേക്ക് കയറാം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഒരു കലവറയാണ് ഈ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് വിലക്കുറവിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുവാനായിട്ട് സാധിക്കും.
You are from Spain. Spain. Wow, great. Madrid. Wow. Yes. ഗോൾഡ് സൂക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഞാൻ തിരികെ സൂക്ക് വാക്കിഫിന്റെ മറ്റൊരു എൻട്രൻസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഒരു ഭാഗത്തേക്കാണ്. ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പുറത്തധികം കൂട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഇതുപോലെ ഒരുപാട് കൂളറുകൾ ഓരോ ടേബിളിനടുത്തായിട്ടും വെച്ചിട്ടുണ്ട്. ഇൻ കേസ് പുറത്തിരുന്ന് കഴിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സ്ട്രീറ്റിൽ ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്നത്. മഞ്ഞുകാലം ആകുമ്പോഴേക്കും ഇവിടെ സീസൺ ടൈമാണ്. ആ സമയത്ത് ഒരുപാട് വിദേശികൾ ഈ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കാപ്പി കുടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ആ സമയങ്ങളിൽ. அஸ்ஸலாமு நாம ஸ்ரீலங்கா. இப்போ வந்து கத்தார் கோல்ட் சூக் இது சூக் வாக்கப். இங்கே பொறுத்தவரையில் இந்த ஏரியாவில் எல்லாம் அரபிக் மேஸா தான் எல்லாம் இருக்குது. அரபிக் மேஸா சொல்ல போனால் எல்லாம் கத்தாரி ஃபுட்ஸ். பகல் 3 மணிலேருந்து நைட் 2 மணி வரும் எல்லாம் கத்தாரி ஃபுட்ஸ் தான் எல்லாம் இந்த ஏரியா. அப்படி முன்னாடி போனால் கோல்ட் சூக் இருக்குது. கோல்ட் சூக்லேருந்து பக்கத்து போனால் விலாஜோ ரெஸ்டாரண்ட், விலாஜோ ஹோட்டல், விலாஜோ கம்பஸ் அது இருக்குது. இந்த பக்கம் முஷர்ரிப். நான் வந்து இப்போ 1 வருஷம் 3 மாதம் ஆகுது. லஹாம் பிரியாணி 50 ரியால். இது வந்து சிக்கன் பிரியாணி இது வந்து 40 ரியால். ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള ഈ ഒരു സഹോദരൻ എനിക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന്റെ വൈവിധ്യങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തി തരികയാണ്. ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൂക്ക് വാക്കിഫിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്റെ ക്യാമറ കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പുള്ളിയോട് സംസാരിക്കുകയും ആളോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഈ ഒരു ഫുഡ് സ്ട്രീറ്റിന്റെ ഭാഗത്ത് നേപ്പാളിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും അതുപോലെ ശ്രീലങ്കയിൽ നിന്നുമുള്ള ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഫ്രഞ്ച് ഫ്രൈ. You are looking very handsome. No, how come? Really? You are looking very handsome. Where are you from? Kidhar se? Nepal. Wow, beautiful place. I will go to Nepal after this. അപ്പോൾ ഈ ഒരു നേപ്പാളിൽ നിന്നുള്ള സഹോദരൻ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ കുറച്ച് നാണം കൊടുക്കുകയും നെർവസായൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന മറ്റു സുഹൃത്തുക്കൾ പുള്ളിയെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ പുള്ളിയുടെ നാണമൊക്കെ മാറ്റി വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പം പുള്ളി ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ കിട്ടുന്ന ഭക്ഷണ വൈവിധ്യങ്ങളെക്കുറിച്ചുമാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത്. Hello, I am from Sri Lanka. My name is Sripchan and I work in just 4 years I work in Qatar and this is Souk Waqif. Our restaurant name is Capitas and we serving our cuisine is Italian and Arabic food and here coming more people from European and Asian like Arabic people mostly coming here and he will taste food and here many items food and we have a lot of customer from European country and we expecting more customer and please come visit our place and enjoy your food and enjoy your with family also. Thank you very much.